സർക്കാരിന്റെ വിവാദ പത്രപരസ്യവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയിൽ കോൺഗ്രസിന് തിരിച്ചടി. ഹർജിയിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പില്ലെന്ന് കോടതി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവരുടെ ഹർജിയിലാണ് നിരീക്ഷണം. PRD രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഗോപിക അരവിന്ദ്, ഗോപിക, സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിന്റെ മറ്റൊരു നിയമ നീക്കം കൂടി പാളുകയാണ്. ഇവിടെ എന്താണ് കോടതിക്കകത്ത് സംഭവിച്ചത്? അതെ, തീർച്ചയായും സേഫു, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ്. കഴിഞ്ഞ ഈ മാർച്ച് 5-നായിരുന്നു ഇത്തരത്തിലൊരു പരസ്യം മലയാളത്തിലെ ചില മലയാള പത്രങ്ങളിൽ ഇത്തരത്തിൽ കമ്പാരിസണായി നിലവിലുള്ള സർക്കാരും അതുപോലെ തന്നെ മുൻ സർക്കാരുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു പരസ്യം വന്നിരുന്നത്. ഈ പരസ്യം നിയമവിരുദ്ധമാണെന്നും നിലവിലെ ഒരു സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇത്തരത്തിൽ PRDക്ക് ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകാൻ സാധിക്കില്ലെന്നും ഇത് നിയമപരമായ ഒരു വസ്തുത പരിശോധിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ളവർ ഹർജി നൽകിയിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പരസ്യവുമായി ബന്ധപ്പെട്ട ഈ ഹർജിയിൽ കഴമ്പില്ലല്ലോ എന്നാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരത്തിലൊരു വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചെങ്കിലും ഇതിൽ സർക്കാരിനോടൊരു വിശദീകരണം, ഇതിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമായി ഇത്തരൊരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും നേടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പൊതുതാൽപര്യ ഹർജിയിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കഴമ്പില്ലല്ലോ എന്നാണ് ഇന്ന് ഹൈക്കോടതി ഈ കാര്യത്തിൽ നിരീക്ഷിച്ചത്. ഈ ഹർജിക്കാരുടെ പ്രധാനമായ ആവശ്യം എന്തെന്നാൽ PRDക്ക് സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് PRD. അപ്പോൾ PRDക്ക് ഒരു മുൻപുള്ള ഒരു സർക്കാരിനെയും നിലവിലുള്ള സർക്കാരിനെയും ഇത്തരത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു സർക്കാരിനെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടോ ഒരു സ്ഥലത്തെ പുകഴ്ത്തി കാണിച്ചുകൊണ്ടോ ഇത്തരത്തിലൊരു പരസ്യം നൽകുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് PRDയോട് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിക്കണം എന്നതായിരുന്നു കോടതിയിൽ ഈ ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരത്തിലുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതില്ലെന്നും ഇതിന് കൃത്യമായ ഒരു വിശദീകരണം സർക്കാർ നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ ഈ ഹർജിയിൽ ഒരു കഴമ്പില്ലല്ലോ എന്നുള്ളതായിരുന്നു ഇതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തൊരു നിരീക്ഷണം. എറണാകുളം DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസ് അതുപോലെ തന്നെ മറ്റൊരു ഹർജിക്കാരനായ ഷാരോൺ തുടങ്ങിയവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം പങ്കുവച്ചത്.